കണ്ണൂർ സീറ്റിൽ സ്ഥാനാർത്ഥി ആരെയെന്ന് പ്രഖ്യാപിക്കാനാവാതെ കോൺഗ്രസ്. പാർട്ടിയോട് ഇടഞ്ഞ കെ സുധാകരന് തന്നെ കണ്ണൂർ സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. അവസാന ഘട്ടത്തിലും അനുനയത്തിന് വഴങ്ങാതെ മുന്നോട്ട് പോയ സുധാകരനെ എ.കെ. ആന്റണി വിളിച്ച് സംസാരിക്കുകയായിരുന്നു. കെ സുധാകരന്റെ ആവശ്യത്തിൽ വീണ്ടും ചർച്ച നടത്താനും സീറ്റ് സുധാകരൻ നൽകാനുമാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പുതിയ പാർട്ടി രൂപീകരിച്ച് മത്സരരംഗത്ത് എത്തുമെന്ന സുധാകരന്റെ വെല്ലുവിളി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിക്കുകയായിരുന്നു. ഇതോടെ എ.കെ. ആന്റണി ഉൾപ്പെടെ സുധാകരനെ അനുനയിപ്പിക്കാൻ രംഗത്തെത്തി. കെ സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ടിസ്റ്റ് ചർച്ചയോട് ചർച്ച, അർദ്ധരാത്രി വരെ നീളുന്ന ചർച്ച. പക്ഷേ കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല. ഏറ്റവും ഒടുവിൽ സുധാകരൻ തന്നെ സീറ്റ് നൽകിയേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു ഉറപ്പും ലഭിക്കുന്നുമില്ല. എന്താണ് വിവരങ്ങൾ? അർജുൻ, എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ലാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കണ്ണൂരിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു തരത്തിലുള്ള ഉറപ്പും ഇപ്പോഴും കെ സുധാകരന് നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിൽ ചർച്ച നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ നേതാക്കളുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്തിയത് മുൻ മുഖ്യമന്ത്രി മുതിർന്ന നേതാവായ എ.കെ. ആന്റണിയാണ്. എ.കെ. ആന്റണിയെ കെ സുധാകരനെ വിളിക്കുകയും ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാതെ പാർട്ടിയുമായി ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ ഘട്ടത്തിലും കണ്ണൂരിൽ മത്സരിക്കണം എന്ന ആവശ്യത്തിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും താൻ തയ്യാറല്ല എന്ന് എല്ലാ നേതാക്കളെയും കെ സുധാകരൻ അറിയിച്ചു കഴിഞ്ഞു. ഒരു തരത്തിലും വിട്ടുവീഴ്ചക്കില്ല എന്ന് കെ സുധാകരൻ പറയുമ്പോഴും കെ സുധാകരൻ പാർട്ടി വിട്ടുപോകുമോ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ നിലനിന്നിരുന്നു. 12 മണിക്ക് കെ സുധാകരൻ വാർത്താ സമ്മേളനം വിളിച്ചതായിരുന്നു. പക്ഷേ എ.കെ. ആന്റണി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ആ വാർത്താ സമ്മേളനം ഒഴിവാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാലും കണ്ണൂരിൽ എത്തിയാലും തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായും ഈ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായ ഒരു നീക്കം തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് കെ സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇത് തന്റെ തീരുമാനമാണ്, തന്റെ അണികളുടെ തീരുമാനമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന കാര്യം കെ സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു. കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ വലിയ രീതിയിൽ കെ സുധാകരൻ അനുകൂലികളുടെ യോഗം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ മണ്ഡലം കമ്മിറ്റികളുടെ യോഗവും DCC ഓഫീസിനകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. കണ്ണൂർ ബ്ലോക്ക്, കണ്ണൂർ എടക്കാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ കണ്ണൂർ ബ്ലോക്കിന്റെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ ടി.ഒ. മോഹനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ ടി.ഒ. മോഹനെ സ്ഥാനാർത്ഥിയാക്കും എന്നൊരു കാര്യമാണ് നേരത്തെ മുന്നോട്ട് വന്നിരുന്നത്. അതുമായി നേതൃത്വം മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് ആ യോഗത്തിൽ ഉയർന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്ന വിവരം. ആ യോഗം ഇപ്പോഴും നടക്കുകയാണ്. അവിടെ ബഹളമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ടിസ്റ്റോട് ടിസ്റ്റ് എന്ന് അർജുൻ സൂചിപ്പിച്ച തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴും ഒരു അവ്യക്തത, കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ വരുമോ എന്നതിൽ പോലും ഇപ്പോഴും ഒരു ഉറപ്പു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. വാർത്തകൾ വരുന്നുണ്ട് കെ സുധാകരൻ കണ്ണൂരിൽ എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അത്തരത്തിലുള്ള ഒരു സൂചന നൽകിയതിനെ തുടർന്നാണ് അത്തരത്തിലുള്ള ഒരു വാർത്തകൾ വന്നത്. പക്ഷേ അതൊക്കെ ഈ കെ സുധാകരനെ ഒന്ന് തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനം ഒഴിവാക്കിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണോ എന്ന സംശയം പോലും ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ഹൈക്കമാൻഡ് അന്തിമമായ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡ് അന്തിമമായ ഒരു ലിസ്റ്റ് പുറത്തിറക്കുമ്പോൾ മാത്രമേ കണ്ണൂരിൽ ആര് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കെ സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി നമ്മൾ സംസാരിച്ചപ്പോഴും ഒരു ഉറപ്പും ഇപ്പോഴും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പങ്കിടുന്ന പ്രവർത്തകരെയും നമുക്ക് കാണാം. കെ സുധാകരൻ തന്നെയാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കെ സുധാകരൻ അണികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പങ്കിടുന്ന നേതാക്കളും പ്രവർത്തകരുമൊക്കെയാണ് ഇപ്പോൾ കണ്ണൂർ DCCക്ക് മുന്നിലുള്ളത്. അർജുൻ, മനോജ്, കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നത് നിലവിൽ തടസ്സമെന്താണ്? കെ സുധാകരൻ മത്സരിച്ചാൽ ജയിക്കുമെന്നാണ് നേതൃത്വത്തിനെയും ഒപ്പം പ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രതീക്ഷ. ആ രീതിയിൽ തന്നെ എ.കെ. ആന്റണിയും ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും കെ സുധാകരനെ സപ്പോർട്ട് എന്ന നിലയിൽ ഹൈക്കമാൻഡിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഹൈക്കമാൻഡ് കെ സുധാകരന് വഴങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ വീണ്ടും ഈ ഉറപ്പ് നൽകാത്തതിലുള്ള ഈ തടസ്സം എന്താണ്?
അർജുൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. കെ സുധാകരൻ മത്സരിക്കുന്നതിനോട് ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല വി ഡി സതീശൻ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് വി ഡി സതീശൻ കടുത്ത നിലപാട് പറയുകയാണ്. ആ നിലപാട് എന്ന് പറയുന്നത് ഒരു തരത്തിലും കെ സുധാകരനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കരുത്, അങ്ങനെ ആക്കിയാണെങ്കിൽ പറവൂരിൽ താൻ നോമിനേഷൻ കൊടുക്കില്ല എന്ന തരത്തിലേക്ക് കൂടി അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് പുറത്തേക്ക് വരുന്നത്. എത്രത്തോളം സത്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ആ രീതിയിലുള്ള, അതായത് അത്രയും കടുത്ത ഒരു നിലപാട് വി ഡി സതീശൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രഖ്യാപനം വൈകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി കണ്ണൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിരുന്നു. അത് ടി ഒ മോഹൻ എന്ന പേരാണ് വന്നത്. ടി ഒ മോഹനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന ഒരു തീരുമാനത്തിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് ആ യോഗം അവസാനിച്ചത്. പക്ഷേ അതിനുശേഷമാണ് മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടായത്, എ കെ ആന്റണിയുടെ ഇടപെടൽ ഉണ്ടായത്. അതിലാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഉറപ്പിച്ചു പറയുന്നില്ല കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന്. ഒരു തരത്തിലുള്ള ഉറപ്പും കെ സുധാകരൻ ഇതുവരെ നൽകിയിട്ടില്ല. എന്താണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം? രാത്രി 12 മണിയോടുകൂടി മട്ടന്നൂർ വിമാനത്താവളത്തിൽ കെ സുധാകരൻ എത്തും. 12 മണിക്ക് മട്ടന്നൂരിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആനയിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കെ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാത്രി 12 മണിക്ക് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി കെ സുധാകരൻ കണ്ണൂരിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നോമിനേഷൻ കൊടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് അണികൾ നടത്തുന്നു, കുടുംബാംഗങ്ങൾ നടത്തുന്നു. കെ സുധാകരൻ കണ്ണൂരിൽ എത്തുകൂടി ചെയ്താൽ അണികളുടെ ആവേശം ഇരട്ടിയാകും. ഒരു സംശയവുമില്ല, വലിയ സ്വീകരണം കെ സുധാകരന്, വലിയ ആവേശകരമായ സ്വീകരണം ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ ഈ അണികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. രാത്രി 12 മണിയോടുകൂടി മട്ടന്നൂരിലെത്താൻ എല്ലാ അണികൾക്കും ഇപ്പോൾ തന്നെ കെ എസ് ബ്രിഗേഡിന്റെ സന്ദേശം പോയി കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായ സ്വീകരണം നൽകാൻ തന്നെയാണ് കെ സുധാകരൻ അനുകൂലികൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ കെ സുധാകരനെ തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധം എങ്ങനെ തണുപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് നേതൃത്വമായി. ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് വി ഡി സതീശന്റെ തീരുമാനം തന്നെയാണ്. പറവൂരിൽ താൻ നോമിനേഷൻ കൊടുക്കില്ല എന്ന ഒരു തീരുമാനത്തിൽ വി ഡി സതീശൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കെ സുധാകരൻ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. DCCക്ക് കടുത്ത അതൃപ്തിയുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു തീരുമാനം പ്രഖ്യാപിക്കൂ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നിർണായകമാണ് ഇപ്പോൾ കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ യോഗം ഈ DCC ഓഫീസിനകത്ത് നടക്കുന്നുണ്ട്. അതിൽ ശക്തമായ പ്രതിഷേധങ്ങൾ, വാക്കേറ്റങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കെ സുധാകരന് എതിരായും വലിയ വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. പക്ഷേ കെ സുധാകരനെ പോലുള്ള ഒരു നേതാവിനെതിരെ പരസ്യമായി ആരെങ്കിലും പ്രതികരിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. എന്തായാലും കോൺഗ്രസിൽ ആകെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ, മനോജ്, കെ സുധാകരനെ MP എന്ന നിലയിൽ സീറ്റ് നൽകേണ്ടെന്ന ഹൈക്കമാൻഡ് തീരുമാനം വരുന്നു. ടി ഒ മോഹനൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന അറിയിപ്പ് രാവിലെ മുതൽ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും അത് ടെലികാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ പിന്നീട് ടെസ്റ്റ് ഉണ്ടാകുന്നു. വി ഡി സതീശൻ രാവിലെ മാധ്യമങ്ങൾ കണ്ട വി ഡി സതീശൻ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, എല്ലാ സ്ഥാനാർത്ഥികളെയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. പക്ഷേ ഈ കെ സുധാകരന്റെ കാര്യത്തിൽ, കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ ഈ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് എങ്ങനെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കാനാകും? ഒപ്പം തന്നെ കെ സുധാകരനെ AK ആന്റണിയൊക്കെ ഇടപെട്ട് അനുനയിപ്പിച്ചെങ്കിലും ഇനി വി ഡി സതീശനെ എങ്ങനെ അനുനയിപ്പിക്കും? വലിയ തലവേദനയായി മാറുകയല്ലേ ഹൈക്കമാൻഡിനും ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തിനും ഇത്? അർജുൻ, തീർച്ചയായും അത് തന്നെയാണ്. ഹൈക്കമാൻഡ് ഇപ്പോൾ AK ആന്റണി ഒരു മധ്യസ്ഥനായി നിർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് വിവരം. വി ഡി സതീശനെയും അനുനയിപ്പിക്കണമെങ്കിൽ അത് AK ആന്റണിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മീഡിയേറ്ററായി ഇപ്പോൾ AK ആന്റണി മുന്നോട്ട് വന്നിരിക്കുന്നു. AK ആന്റണി എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിനപ്പുറത്തേക്ക് എന്തായാലും കേരളത്തിലെ നേതാക്കൾ പോകില്ല എന്നുള്ളതാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വി ഡി സതീശനുമായി ബന്ധപ്പെടുന്നുണ്ട്. വി ഡി സതീശനും AK ആന്റണിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ വി ഡി സതീശൻ അയഞ്ഞാൽ ഉറപ്പായും കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപതെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം അത്
കനകോലുവിന്റെ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി MP-മാർ മത്സര രംഗത്ത് വന്നാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ അവിടെ അവർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടന്നാൽ എന്താകും അതിന്റെ ഫലം എന്നുള്ളതാണ് നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നം. ഈ കനകോലു റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. MP-മാർക്ക് സീറ്റ് നൽകിയാൽ അത് ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് തിരിച്ചടിയാകും എന്ന് കനകോലുവിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. MP-മാർ മത്സരിക്കുന്നത് വിപരീത ഫലം ഉണ്ടാക്കും എന്നാണ് കനകോലുവിന്റെ റിപ്പോർട്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിൽ അടൂർ പ്രകാശ് നേതൃത്വത്തിന് വഴങ്ങിയിട്ടുണ്ട്. അടൂർ പ്രകാശ് ആ തീരുമാനം അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു തരത്തിലും കെ സുധാകരനെ അത് അംഗീകരിപ്പിക്കാൻ ഇതുവരെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ പരാജയമുണ്ടാകും എന്ന ഒരു വാദമുയർത്തി ഈ കെ സുധാകരനെ വെട്ടാനുള്ള ഒരു നീക്കം ആണ് നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകമായത് ഈ കനകോലുവിന്റെ റിപ്പോർട്ട് തന്നെയാണ്. അതിൽ പറയുന്നുണ്ട് കണ്ണൂരിൽ ഉറപ്പായും അത് തിരിച്ചു പിടിക്കുക, അത് നിലനിർത്താൻ കഴിയുക അത് പ്രയാസമാണ്. അതോടൊപ്പം തന്നെ UDF-ന്റെ മന്ത്രിസഭയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി ഈ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് മാറും. അപ്പോൾ ആ മന്ത്രിസഭയുടെ പ്രതിച്ഛായക്ക് തന്നെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു ഫലം അവിടെ വന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ആകെ തകിടം മറിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിന് പോലും വലിയ രീതിയിൽ ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവിടെ സംഭവിക്കും എന്നാണ് ഈ കനകോലു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതാണ് കെ സുധാകരനെ വെട്ടാൻ വേണ്ടി കെ സുധാകരൻ വിരുദ്ധ ചേരി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. കെ സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. പക്ഷേ കെ സുധാകരൻ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ വിജയിപ്പിക്കേണ്ട ചുമതല താൻ സ്വയം ഏറ്റെടുക്കും എന്ന് നേതൃത്വത്തെ ഈ ചർച്ചകളിൽ തന്നെ കെ സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആകാംക്ഷ നിലനിൽക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക. VD സതീശൻ, നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ ഇന്ന് രാവിലെയും പറഞ്ഞതാണ് എല്ലാം ശരിയായി, ഇപ്പോൾ ഏതാനും ഇന്ന് രാവിലെ തന്നെ അന്തിമ പട്ടിക പുറത്തിറക്കുമെന്ന്. പക്ഷെ ഇപ്പോഴും ആ പട്ടിക പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ കെ സുധാകരന് കണ്ണൂരിലേക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം, കെ സുധാകരന് ഇന്ന് കണ്ണൂരിലേക്ക് മടങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം രാത്രി 12 മണിയോടെ കണ്ണൂരിലെത്തുന്ന ആ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ള ഒരു വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ നാളെ മാത്രമേ കണ്ണൂരിൽ എത്താൻ സാധ്യതയുള്ളൂ. എന്തായാലും കണ്ണൂരിൽ കെ സുധാകരൻ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് KS അനുകൂലികളുടെ തീരുമാനം. അവർ ഇന്ന് രാവിലെ മുതൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും കണ്ണേ കരളെ KSA എന്ന് വിളിച്ചും അവർ ആ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആർത്ത് വിളിക്കുകയാണ്. കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ എല്ലാം തന്നെ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴുമുണ്ട്. അർജുൻ, മനോജ്, ഇത്തവണ വലിയ പ്രതീക്ഷയുമായാണ് ഈ UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയം ഇത്തവണ ഭരണം ലഭിക്കുന്ന പ്രതീക്ഷയോടെ UDF വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇത്തവണ മത്സരിക്കണമെന്ന ആ വാശിയിൽ ഉറച്ചു നിൽക്കുന്നതും. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഈ തർക്കങ്ങൾ തന്നെ വലിയ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് വലിയ തോതിൽ കോൺഗ്രസിനും ഒപ്പം UDF-നും തിരിച്ചടിയാവുകയില്ല. ഇത് വലിയ പ്രതീക്ഷ നൽകുന്നില്ലേ LDF-ന്? തീർച്ചയായും അത്തരമൊരു നിരീക്ഷണം ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം വിസ്മയങ്ങൾ തീർത്തുകൊണ്ടാണ് UDF ഇത്തവണ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞത്. അതിൽ പല വിസ്മയങ്ങൾ നമ്മൾ കണ്ടതാണ്. CPM-ൽ നിന്ന് വലിയ തോതിൽ നേതാക്കൾ കോൺഗ്രസിന്റെയൊക്കെ UDF പാളയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. കണ്ണൂരിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ UDF പാളയത്തിലേക്ക് പോകുന്നു. അവിടെ സ്ഥാനാർത്ഥികളാകാൻ കുപ്പായമിട്ട് നിൽക്കുന്നു. അപ്പുറത്ത് G സുധാകരൻ, ഐഷ പോറ്റി തുടങ്ങിയ മുൻ MLA-മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, CPI-യിൽ നിന്ന് CC മുകുന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ BJP-യിലെത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വിസ്മയങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ച അടുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥികളെ പോലും പൂർണ്ണമായും പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. വലിയ രീതിയിലുള്ള തർക്കം ഉണ്ട് ആ പാർട്ടിയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും നിർണായക ഘടകമായി മാറുക MLA-മാരുടെ ഒരു അഭിപ്രായം തേടിക്കൊണ്ട് മാത്രമേ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എപ്പോഴും എത്താറുള്ളൂ. അപ്പോൾ MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ പ്രധാനപ്പെട്ട, അതായത് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ KC വേണുഗോപാൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. KC വേണുഗോപാൽ നോമിനികളായ
ഭൂരിഭാഗം ജയിക്കുന്ന സീറ്റുകളിൽ ഭൂരിഭാഗവും കെ.സി. വേണുഗോപാൽ അനുകൂലികളാണ് ഉണ്ടായത്. സ്വാഭാവികമായും മത്സരിക്കുന്നില്ലെങ്കിൽ കൂടി യു.ഡി.എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയായി വരിക കെ.സി. വേണുഗോപാൽ തന്നെയായിരിക്കും. കെ.സി. വേണുഗോപാൽ അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഗ്രൗണ്ടും ഇവിടെ ഒരുക്കുകയാണ് എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നതും പുറത്തു വന്നതുമായ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുക. ഒരു തരത്തിലും ഒരു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യത നമുക്ക് ഈ സ്ഥാനാർത്ഥി പട്ടിക, അതായത് ജയിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയില്ല. പക്ഷേ ഇനി ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താകും അവരുടെ തീരുമാനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഹൈക്കമാൻഡ് നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ ഒരു LDFന് വലിയ രീതിയിൽ ഒരു ആത്മവിശ്വാസം നൽകുന്ന തലത്തിലേക്ക്, അതായത് കോൺഗ്രസിലെ ഈ പടലപ്പിണക്കങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ജി സുധാകരനെ പോലുള്ള, ഐഷ പോറ്റിയെ പോലുള്ള, ടി.കെ. ഗോവിന്ദനെ പോലുള്ള, വി. കുഞ്ഞകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ തന്നെ മറുപക്ഷത്ത് പോയി സ്ഥാനാർത്ഥികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി അതെയൊക്കെ തരണം ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് ഇപ്പോൾ ഈ യു.ഡി.എഫിലെ പ്രതിസന്ധി മാറിയിരിക്കുന്നു എന്നതാണ്. അതിൽ കെ. സുധാകരൻ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ വേറെ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ വലിയ രീതിയിലുള്ള തകർച്ച യു.ഡി.എഫ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ വന്നാൽ ഉറപ്പായും മൂന്നാം പിണറായി സർക്കാർ ലോഡ് ചെയ്യുകയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അർജുൻ, മനോജ, ഇനിയൊരു കാര്യം അറിയേണ്ടത്, കെ. സുധാകരനെ സ്ഥാനാർത്ഥിയായി ഈ സമയം വരെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കണ്ണൂരിൽ കെ. സുധാകരന് വൻ സ്വീകരണം നൽകാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പ്രവർത്തകർ നടത്തി വരികയുമാണ്. ഇനി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും കെ. സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരിക്കുമെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതിനുള്ള എല്ലാ നീക്കങ്ങളും, അതായത് ഇപ്പോൾ നമ്മൾ KS അനുകൂലികളുമായി സംസാരിച്ചു. ഫ്ലക്സ് റെഡിയാണ്, ബോർഡുകളൊക്കെ തന്നെ റെഡിയാണ്. അതിൽ UDF സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നമൊക്കെയാണ് പതിച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ മാറ്റാനും തങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്ന് തന്നെയാണ് അതിന്റെ പ്രവർത്തകർ പറയുന്നത്. ഒരു തരത്തിലും കെ. സുധാകരൻ മത്സരിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് കെ. സുധാകരന്റെ അനുയായികൾ. ഒരു തരത്തിലും അതിൽ മാറ്റമില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടായാൽ അതിന്റെ പ്രതിഫലനം ഈ കണ്ണൂരിൽ മാത്രമായിരിക്കില്ല തറപ്പിച്ചു പറയുന്നുണ്ട്. മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ചുരുങ്ങിയത് ഒരു 20 മണ്ഡലങ്ങളിലെങ്കിലും പ്രധാനപ്പെട്ട UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 20 മണ്ഡലങ്ങളിലെങ്കിലും തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും. അതിനുള്ള കരുത്തിപ്പോഴും കെ. സുധാകരനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ മുൻമുന്നിൽ, അതായത് ഒരു തരത്തിലും ഈ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിറകോട്ട് പോയാൽ കേരളത്തിൽ UDFന് ഭരണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ KSന്റെ അനുയായികൾ. അവർ പറയുന്നത് എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. കെ. സുധാകരന്റെ ഒരു വാക്ക് മാത്രം മതി തങ്ങൾക്ക്. കെ. സുധാകരൻ ആജ്ഞാപിച്ചാൽ അത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ മറുവശത്ത് ടി.ഒ. മോഹനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യത്തിന് ശക്തി കൂടുകയാണ്. ഔദ്യോഗിക സംവിധാനം പൂർണ്ണമായും, അതായത് പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് പാർട്ടിയുടെ ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റികളൊക്കെയാണ്. ആ മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ഒക്കെ തന്നെ ടി.ഒ. മോഹനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഉറച്ച നിലപാടിൽ ഇപ്പോഴും കണ്ണൂർ DCC ഓഫീസിൽ അവർ യോഗം ചേരുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് നേരത്തെ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന പേര് എന്ന് പറയുന്നത് ടി.ഒ. മോഹന്റെ പേര് മാത്രമാണ്. ആ പേര് അംഗീകരിക്കണം. ഏതെങ്കിലും സമ്മർദ്ദത്തിന് പാർട്ടി വഴങ്ങിയാൽ അത് പാർട്ടി കോൺഗ്രസ് അല്ലാതാകുന്ന ഒരു സാഹചര്യം, ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയായി ഇത് മാറില്ലേ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അവർ ശക്തമായി തന്നെ പറയുന്നു ടി.ഒ. മോഹനെ മത്സരിപ്പിക്കണം, ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ത് തന്നെയായാലും UDFന് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആര് മത്സരിച്ചാലും, കെ. സുധാകരൻ തന്നെ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും അതിലൊരു പ്രശ്നവുമില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് അവർ. ഒരു തരത്തിലും ഇതിൽ മാറ്റം വരുത്തരുത് എന്ന് ഈ ഔദ്യോഗിക സംവിധാനം, അതായത് DCCയിലെ ഭൂരിഭാഗം ഭാരവാഹികളും അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികളൊക്കെ തന്നെ ഇപ്പോഴും ടി.ഒ. മോഹനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. DCC നേതൃത്വവുമായി ഹൈക്കമാൻഡ് ബന്ധപ്പെടുന്നുണ്ട്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കെ. സുധാകരന്റെ ഭാഗത്തു നിന്നും, കെ. സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തു നിന്നും പരസ്യമായി ഇത് പറയുകയാണെങ്കിൽ രഹസ്യമായി മറ്റ് അതിനേക്കാൾ വലിയ സമ്മർദ്ദം ഇപ്പോൾ മറുഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ.